വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ഗുഡ് വിൽ ചാപ്റ്റർ ഇൻ പാർട്ട്ണർഷിപ്പ്? പാർട്ട്ണർഷിപ്പിലെ ഗുഡ് വില്ലിൻ്റെ റെലവൻസ് എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ എയും ബിയും പാർട്ട്നേഴ്സാണ്. നമ്മൾ അമിത്തിൻ്റെ എക്സാമ്പിൾ തന്നെ പറയാം. അമിത്തിൻ്റെ കൂടെ വേറെ ആളും കൂടെ പാർട്ട്ണറായിട്ടുണ്ട് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിലോട്ട് പുതിയ ഒരാളാണ് പാർട്ട്ണറായിട്ട് വരികയാണ്. പാർട്ട്ണറായിട്ട് വരുന്ന സമയത്ത് ഇങ്ങോട്ട് നോക്കിയേ, ഇവിടുത്തെ അസറ്റ് പറഞ്ഞാൽ 6 ആണ്, ലാബിലിറ്റി പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ ക്യാപിറ്റൽ? 3. അപ്പോൾ 2 പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ 2 പാർട്ട്നേഴ്സും ഈക്വൽ പാർട്ട്നേഴ്സാണ്. അപ്പോൾ അതിൽ ഒരു ഷെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഈക്വൽ പാർട്ട്ണറായിട്ട് മൂന്നാമത്തെ ഒരാൾ വരികയാണ്. അപ്പോൾ അവൻ ശരിക്കും 1 ലാഖാണ് ക്യാപിറ്റൽ കൊണ്ടുവരേണ്ടത്. കാരണം 6 അസറ്റ്, 3 ലാബിലിറ്റി, അതുപോലെ തന്നെ ക്യാപിറ്റൽ എത്രയാണ്? 3. ഈ 3ൽ ഇനി പുതിയൊരാൾ, എല്ലാവരും ഈക്വൽ, പഴയ റേഷ്യോ ഈക്വൽ, പുതിയ റേഷ്യോ ഈക്വൽ. അപ്പോൾ പുതിയ റേഷ്യോ എത്ര കൊണ്ടുവരേണ്ടത്? പുതിയ പാർട്ണർ എത്ര പൈസ കൊണ്ടുവരും? പുതിയ ആൾ എത്ര പൈസ കൊണ്ടുവരേണ്ടത്? 3 ആണ് ടോട്ടൽ ക്യാപിറ്റൽ. 1/3 ഷെയർ കിട്ടാൻ വേണ്ടി അവൻ 1 ലാഖ് കൊണ്ടുവരണം. ഈ 1 ലാഖ് മാത്രമേ ഇവൻ കൊണ്ടുവന്നാൽ പോരാ. കാരണം ഈ പാർട്ട്ണർഷിപ്പ് ഫേം ന്യൂ 1 ആണോ എക്സിസ്റ്റിംഗ് 1 ആണോ? എക്സിസ്റ്റിംഗ് 1 ആണ്. പണ്ട് ഇതിൽ ആരാണ്ടായിരുന്നത്? എയും ബിയും. അവർ ചെയ്ത ഒരുപാട് പ്രവൃത്തി കാരണം ഫ്യൂച്ചറിൽ സി ഒന്നും ചെയ്യാതെ ഈ പാർട്ട്ണർഷിപ്പ് ലാഭം ഉണ്ടാക്കും അല്ലേ? ഈ പാർട്ട്ണർഷിപ്പ് ലാഭം ഉണ്ടാക്കും. ആ ലാഭത്തിൽ ആർക്കും ഒരു ഷെയർ കിട്ടും. പറടാ, ആർക്കും ഒരു ഷെയർ കിട്ടും? സിക്ക് ഒരു ഷെയർ കിട്ടും. പുതിയ പാർട്ണർക്ക് ഒരു ഷെയർ കിട്ടൂലേ? അതെ. അപ്പോൾ ഈ പുതിയ പാർട്ണർക്ക് ഒരു ഷെയർ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? എയും ബിയും ഇവിടെ പണ്ട് എന്തോ ഒന്ന് ചെയ്തു വെച്ചുകൊണ്ടാണ്. ആ പണ്ട് എന്തോ ഒന്ന് ചെയ്തു വെച്ചതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഗുഡ് വിൽ. അപ്പോൾ ഇനി അഡ്മിഷൻ്റെ സമയത്ത്, പാർട്ട്ണർഷിപ്പിൽ അഡ്മിഷൻ്റെ സമയത്ത് എന്ത് ചെയ്യണം? എന്ത് കമ്പ്യൂട്ട് ചെയ്യണം നമ്മൾ? ഇപ്പോൾ ഇൻകമിങ് പാർട്ട്ണറെ കയ്യിൽ നിന്ന് ക്യാപിറ്റൽ മാത്രം വാങ്ങിയാൽ പോരാ, നമ്മൾ ഏതും കൂടെ വാങ്ങണം? ഗുഡ് വില്ലും കൂടെ വാങ്ങണം. ഇനി അതേപോലെ വേറെ സിനാരിയോ, എയും ബിയും സിയും ഉണ്ട് വിചാരിക്കുക. സി പോവാണ്. സി പോണ സമയത്ത് അവൻ്റെ ക്യാപിറ്റൽ കൊടുക്കണം. അത് മാത്രമല്ല, എയും ബിയും സിയും പണിയെടുത്തിട്ട് ഈ ഫേമിനൊരു ഗുഡ് വിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും ഫ്യൂച്ചറിൽ ഈ ഫേം എന്ത് ചെയ്യും? പ്രോഫിറ്റ് ഉണ്ടാക്കും. അപ്പോൾ ആ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ബിസിനസ്സിൻ്റെ പൊട്ടൻഷ്യലായ ഗുഡ് വിൽ ഉണ്ടാക്കിയതിൽ സിക്കും ഒരു പങ്കുണ്ട്. അപ്പോൾ സിക്ക് അവൻ്റെ ക്യാപിറ്റൽ മാത്രം കൊടുത്താൽ പോരാ, അവൻ ഇറങ്ങിപ്പോകുമ്പോൾ അവൻ റിട്ടയർമെൻറ്റ് അല്ലേ? അപ്പോൾ റിട്ടയർമെൻറ്റ് കാരണം അവൻ ഇറങ്ങിപ്പോകും, ഡെത്ത് കാരണം അവനെ ദൈവം കൊണ്ടുപോയി ഇറക്കും. ഓക്കെ. അപ്പോൾ റിട്ടയർമെൻറ്റ് ആണെങ്കിലും ഡെത്ത് ആണെങ്കിലും അവന് നമ്മൾ ക്യാപിറ്റൽ മാത്രം കൊടുത്താൽ പോരാ, അവൻ എന്ത് കൊടുക്കണം? അവൻ്റെ ഷെയർ ഓഫ് ഗുഡ് വില്ലും കൂടെ കൊടുക്കണം. അപ്പോൾ അഡ്മിഷൻ ആയിക്കോട്ടെ, റിട്ടയർമെൻറ്റ് ആയിക്കോട്ടെ, ഡെത്ത് ആയിക്കോട്ടെ, ഇവിടെയൊക്കെ ഗുഡ് വില്ല് എന്നുള്ളത് ഗുഡ് വിൽ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ അല്ലേ? ഗുഡ് വില്ലിന് ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. അപ്പോൾ ആ പ്രധാനപ്പെട്ട റോൾ എന്നുള്ളത് നമുക്ക് എങ്ങനെ കാണാൻ പറ്റുള്ളൂ? ഗുഡ് വില്ലിനെ നമ്മൾ എന്ത് ചെയ്യണം? കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഗുഡ് വിൽ നമുക്ക് പ്രിസൈസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഗുഡ് വിൽ ഈസ് സംതിങ് ദാറ്റ് ഈസ് വാല്യൂഡ്. ഗുഡ് വിൽ ഈസ് സംതിങ് വാല്യൂഡ്. ഗുഡ് വിൽ നമുക്ക് പ്രിസൈസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഗുഡ് വിൽ നമ്മൾ വാല്യൂ ചെയ്യുക. അപ്പോൾ ഗുഡ് വിൽ വാല്യൂ ചെയ്യാനായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ആ മെത്തേഡ്സൊക്കെ പ്രകാരം നമ്മൾ എങ്ങനെ ഗുഡ് വില്ലിനെ വാല്യൂ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ മെത്തേഡ് പറഞ്ഞാൽ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്. പൂജ, ഒന്നാമത്തെ മെത്തേഡ് പറഞ്ഞാൽ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്. ഗുഡ് വിൽ ആക്ച്വലി എന്താണ്? ഗുഡ് വിൽ ഈസ് ദ എബിലിറ്റി ടു മേക്ക് ഫ്യൂച്ചർ പ്രോഫിറ്റ്. ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള എബിലിറ്റിനെ പറയുന്ന പേരാണ് എന്ത്? ഗുഡ് വില്ല്. അപ്പോൾ ഗുഡ് വിൽ നമ്മൾ എന്തിൻ്റെ ബേസിലാണ് നമ്മൾ സാധാരണ മെഷർ ചെയ്യുക? ഗുഡ് വിൽ ഈസ് മെഷേർഡ് ബേസ്ഡ് ഓൺ പാസ്റ്റ് പെർഫോമൻസ്. പാസ്റ്റ് പെർഫോമൻസ് പറഞ്ഞാൽ പാസ്റ്റ് പ്രോഫിറ്റബിലിറ്റി. ഗുഡ് വില്ലേ ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന എബിലിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഗുഡ് വില്ല്. അപ്പോൾ ഗുഡ് വിൽ ഈസ് മെഷേർഡ് ബേസ്ഡ് ഓൺ പാസ്റ്റ് പ്രോഫിറ്റബിലിറ്റി. പാസ്റ്റ് പ്രോഫിറ്റബിലിറ്റിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഗുഡ് വില്ല് മെഷർ ചെയ്യുക. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ വി ആർ ഹാവിങ് വൺ മെത്തേഡ് കോൾഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. നമ്മൾ 2024 നിൽക്കുകയാണ്. 2024 നമ്മൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ എങ്ങനെയാണ് ഗുഡ് വില്ല് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ പാസ്റ്റ് ഇയേഴ്സിൻ്റെ ആവറേജ് പ്രോഫിറ്റ് എടുക്കും. എങ്ങനെ ആവറേജ് പ്രോഫിറ്റ് എടുക്കുക? ആവറേജ് ആണ് എന്താ? സം ഡിവൈഡ് ബൈ നമ്പർ. സ്റ്റാറ്റിസ്റ്റിക്സ് ആവറേജ് സം ഡിവൈഡ് ബൈ നമ്പർ അല്ലേ? ഏതൊക്കെ ആവറേജ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഏതൊക്കെയാണത്? മീൻ, മീഡിയൻ, മോഡ്. ഓക്കെ. അതേപോലെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ആവറേജ്. ആവറേജ് അല്ലേ ഏറ്റവും ബെസ്റ്റ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി? അല്ലടാ, മോഡൊന്നുമല്ലല്ലോ. ആയിക്കോട്ടെ. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം നമ്മളെങ്ങനെ ആവറേജ് പ്രോഫിറ്റ് കാണുക? സിമ്പിൾ ആവറേജ് 40 + 20 + 60 + 10 ഡിവൈഡ് ബൈ എത്ര? 3. ഡിവൈഡ് ബൈ 3 അല്ലേ? അപ്പോൾ എത്ര വരിക? ആവറേജ് പ്രോഫിറ്റ് എത്ര വരിക? 32,500. 32,500 അല്ലേ? കാൽക്കുലേറ്റർ ഒന്ന് അടിക്കാട്ടോ. കാൽക്കുലേറ്റർ അവിടെ വെറുതെ പൂജിക്കാൻ വെച്ചാലല്ല. ഓക്കെ, ഗുഡ്. അമിത് സൂപ്പർ. ഓക്കെ, യെസ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് ഈസ് 32,500. ശരിയടാ, 32,500. ദെൻ അപ്പോൾ ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഹിയർ ദർ ഈസ് എ ട്വിസ്റ്റ്. ദ സ്റ്റോപ്പ്. വാട്ട് ഈസ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്? നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറയാം അത് ക്വസ്റ്റ്യനിൽ തരും. എന്താണ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്? വാട്ട് ഈസ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്? 2 അല്ല, അതിവിടെ 2 ആണ് ക്വസ്റ്റ്യനിൽ തന്നത്. വാട്ട് ഡു യു മീൻ ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്? ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ ആ ബൈക്കിൻ്റെ എക്സാമ്പിൾ പറയില്ലേ, ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇതേപോലെ പ്രോഫിറ്റ് നമുക്ക് എത്ര നാൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള നമ്മുടെ ഒരു എസ്റ്റിമേറ്റ് ആണ് എന്ത്? നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്.
അത് പാസ്റ്റ് പ്രോഫിറ്റബിലിറ്റിൻ്റെ ബേസിൽ ഫേം നടത്തുന്ന ഒരു ജഡ്ജ്മെൻ്റ് ആണ് കേട്ടോ. അത് നമുക്ക് ക്വസ്റ്റ്യൻ തരും, പക്ഷേ ഇതെന്താ നിങ്ങൾ മനസ്സിലാക്കണം. അത് ഒരു പാസ്റ്റ്, അത് വെറുതെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ തരാൻ പറ്റില്ല, അവരെ ജഡ്ജ് ചെയ്തിട്ടായിരിക്കും തരുന്നുണ്ടാവുക. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ് വിൽ കാണാമല്ലോ. ഫോർമുല പറഞ്ഞാൽ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് എത്ര? 32,500 ഇൻറ്റു 2 എത്ര? 65,000. എന്നിട്ട് ഈ 65,000 ഗുഡ് വിൽ കണ്ടിട്ട് നിങ്ങൾ എന്താ ചെയ്യുക? പറയത് കറക്റ്റ്. ഈ 62,500 അല്ല 65,000 ഗുഡ് വിൽ കണ്ടിട്ട് നിങ്ങൾ എന്താ ചെയ്യുക? വാട്ട് വിൽ യു ഡു? അത് തിന്നുവോ? എടാ പറടാ എന്താ ചെയ്യുക? ഇപ്പോൾ അഡ്മിഷൻ ആണെങ്കിൽ ന്യൂ പാർട്ണർ എന്ത് ചെയ്യണം? അയാളെ റേഷ്യോ 1/5 ആണെങ്കിൽ 65,000 1/5 എന്ത് ചെയ്യണം? അയാൾ കൊണ്ടുവരണം. റിട്ടയർമെൻ്റ് ആണ്, അയാളെ റേഷ്യോ 1/5 ആണെങ്കിൽ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അയാൾക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. എടാ മനസ്സിലായില്ലേ? ഡെറ്റ് ആണെങ്കിലും അയാൾ ലീഗലൈസേഷൻ കൊടുക്കണം, അത്രേ ഉള്ളൂ. ഇനി ഈ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്താ ലിമിറ്റേഷൻ? ഇതിലേത് പ്രോഫിറ്റാണ് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാൻ? ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കറണ്ട് ഇയർ ഏതാ? എടാ നമ്മൾ എല്ലാം കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ നിൽക്കുന്ന കറണ്ട് ഇയർ എന്താ? 2024. നമ്മുടെ തൊട്ട് മുന്നത്തെ ഇയർ ഏതാ? 23. ഏതാ നമ്മളെ കുറച്ചും കൂടെ കയ്യെത്താത്ത ദൂരത്ത് അല്ലെങ്കിൽ കുറച്ചും കൂടെ ബാക്കിലുള്ള ഇയർ ഏതാ? 2020. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, 2020 പ്രോഫിറ്റ് ആണോ 2023 പ്രോഫിറ്റ് ആണോ 2025 ഉണ്ടാവാൻ സാധ്യത കൂടുതൽ? 23. കാരണം നമ്മൾ ഈ ഗുഡ് വിൽ എന്താ ഉദ്ദേശിക്കുന്നത്? പണ്ടത്തെ കാലത്ത് നമ്മൾ ഉണ്ടാക്കിയ പണ്ടത്തെ കാലത്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ആണോ, ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ആണോ ഗുഡ് വിൽ മെഷർ ചെയ്യുന്നത്? ഫ്യൂച്ചറിൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ഫേം, ആ പാർട്ട്ണർഷിപ്പ് ഫേം ഉദാഹരണം പറഞ്ഞാൽ ഇറാനിൽ ഓയിൽ ഇറക്കുന്ന കമ്പനിയാണ് വിചാരിക്കുക. അപ്പോൾ ഇതുവരെ ഒരു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മാറാണ് പ്രോഫിറ്റബിലിറ്റി. അതിലൊരു പാർട്ണർ ഇപ്പോൾ റിട്ടയർ ആകുമ്പോൾ ഗുഡ് വിൽ വാല്യൂ ചെയ്യുമ്പോൾ നമ്മൾ പാസ്റ്റ് പ്രോഫിറ്റബിലിറ്റിൻ്റെ ബേസിൽ ഗുഡ് വിൽ വാല്യൂ അല്ലേ? പക്ഷേ അങ്ങനെ വാല്യൂ ചെയ്യുന്നത് പ്രാക്ടിക്കൽ അല്ല. കാരണം ഇപ്പോൾ വാറാണ്. ഇനി ഇപ്പം അടുത്തൊന്നും ഇറാനിൽ ഇങ്ങോട്ട് ഓയിൽ കൊണ്ടുവരാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ പാസ്റ്റ് പ്രോഫിറ്റബിലിറ്റി സൂപ്പറാണ്. അപ്പോൾ അങ്ങനെ സൂപ്പറാണെങ്കിൽ ഗുഡ് വിൽ വേണമല്ലോ. പക്ഷേ ഫ്യൂച്ചറിൽ അതേ പ്രോഫിറ്റ് കിട്ടൂല. അപ്പോൾ ഗുഡ് വിൽ ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പോൾ ഗുഡ് വിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് ഫ്യൂച്ചർ പ്രോഫിറ്റ് മേക്കിംഗ് പൊട്ടൻഷ്യലാണ് ഗുഡ് വിൽ വഴി നമ്മൾ മെഷർ ചെയ്യുന്നത്. പക്ഷേ അത് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ പാസ്റ്റ് പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ ഈ പ്രോഫിറ്റ് നമ്മൾ എടുക്കുന്നത് എന്തിനാണ്? ഇതേപോലെ പ്രോഫിറ്റ് ഫ്യൂച്ചറിൽ വരുമെന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ ഇതേ പ്രോഫിറ്റ് എടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ പാസ്റ്റ് പ്രോഫിറ്റ് ഈസ് ടേക്കൺ ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ് ടു ഫൈൻഡ് ഔട്ട് ദ ഗുഡ് വിൽ. ഗുഡ് വിൽ ഈസ് നത്തിങ് ബട്ട് ദ എബിലിറ്റി ടു മേക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എബിലിറ്റിയാണ് എന്ത്? ഗുഡ് വില്ല്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കേസ് ഇതാണ്. എടാ ഏറ്റവും അവസാനത്തെ തൊട്ട് മുന്നത്തെ ഇയറിലുള്ള പ്രോഫിറ്റ് ആണോ അതോ ഏറ്റവും ലോങ് കുറേ മുന്നുള്ള പ്രോഫിറ്റ് ആണോ ഇവിടെ നമ്മൾ ഗുഡ് വിൽ ഫ്യൂച്ചറിൽ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതൽ? ഏറ്റവും റീസെൻ്റ് ആണ്. എടാ റീസെൻ്റ് അല്ലേ? അപ്പോൾ വെനെവർ ദർ ഈസ് ട്രെൻഡ്. ഇപ്പോൾ ഈ എക്സാമ്പിൾ നോക്കിയടാ, 20, 30, 40, 50, 60, 70. ഇവിടെ എന്താ സംഭവിച്ചേ? ഓരോ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്? പ്രോഫിറ്റ് കൂടി വരുന്നുണ്ട്. ശരിയല്ലേ? ഇതൊരു ട്രെൻഡ് അല്ലേ? ഇപ്പുറത്ത് ട്രെൻഡ് ഇല്ല. എന്താ ട്രെൻഡ് പറഞ്ഞാൽ 40 കുറഞ്ഞു, കൂടി, കുറഞ്ഞു അല്ലേ? ശരിയല്ലേ? ഇവിടെ ട്രെൻഡ് ഇല്ല. ട്രെൻഡ് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ഫ്ലോ അല്ലേ? ഇവിടെ എന്തുണ്ട്? ട്രെൻഡ് ഉണ്ട്. ഇതെന്താ? അപ് ട്രെൻഡാ ഡൗൺ ട്രെൻഡാ? അപ് ട്രെൻഡ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ജനറലി വി യൂസ് സിമ്പിൾ ആവറേജ് അല്ല, ഏതാ യൂസ് ചെയ്യുക? വെയ്റ്റഡ് ആവറേജ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ മൂന്നാമത്തെ ഇയർ ഇപ്പോൾ എന്തായി? 20,000 പോയി കഴിഞ്ഞാലും ട്രെൻഡ് ബ്രേക്കായി. ട്രെൻഡ് കണ്ടിന്യൂസ് ട്രെൻഡ് വേണം. ട്രെൻഡ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ട്രെൻഡ് വേണം, അത് ബ്രേക്ക് ആവാൻ പാടില്ല. സോ ദ പോയിന്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ്, എടാ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് പറഞ്ഞാൽ 30,000, 40,000, 50,000, 60,000, 70,000 ഇതാണ് എന്ത്? എടാ ഇതാണ് നമ്മുടെ ട്രെൻഡ്. 30, 40 ആയി, 40, 50 ആയി, 50, 60 ആയി, 60 എന്തായി? 70 ആയി. എടാ കുഴപ്പമില്ലല്ലോ. പിന്നെ എവിടെ സെറ്റ് അല്ലടാ? എടാ കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പോൾ ഇതെങ്ങനെ വരുന്നത്? ഇതിൻ്റെ എങ്ങനെ വരുന്നത്? മറ്റേ എന്താ പറയുക 30, 40, 50, 60, 70. അപ്പോഴേ ഏത് പ്രോഫിറ്റാണ് അടുത്ത ഇയറിൽ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതൽ? 2020 അതോ 2024 ആണോ? 2024. അപ്പോൾ നമ്മൾ ഇവർക്ക് വെയിറ്റ് കൊടുക്കുക. വെയിറ്റ് എങ്ങനെ കൊടുക്കേണ്ടത് അറിയോ? നമ്മൾ സം ഓഫ് ഇയേഴ്സ് ഡ്യൂറ്റി മെത്തേഡ് ഇല്ലേ? അതേപോലെ ഇത് എത്ര വർഷമാണ് ടോട്ടൽ? 5 വർഷമല്ലേ? 5ാമത്തെ വർഷത്തിന് റീസെൻറ്റ് ഇയറിന് ഹയസ്റ്റ് വെയിറ്റ് കൊടുക്കുക. അപ്പോൾ ഇത് 5, ഇത് 4, ഇത് 3, ഇത് 2, ഇത് 1. എടാ 5, 4, 3, 2, 1. 5, 4, 3, 2, 1. എടാ മനസ്സിലാവുന്നില്ലേ? 5, 4, 3, 2, 1. ഓക്കെ. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്ര വരുന്നത് പറഞ്ഞു നോക്കിയേ? വെയ്റ്റഡ് പ്രോഫിറ്റ് 70 × 5. അപ്പോൾ എമൗണ്ട് ഇൻറ്റു വെയിറ്റ്, എമൗണ്ട് ഇൻറ്റു വെയിറ്റ്, എമൗണ്ട് ഇൻറ്റു വെയിറ്റ്, എമൗണ്ട് ഇൻറ്റു വെയിറ്റ്, എമൗണ്ട് ഇൻറ്റു വെയിറ്റ്. ഇതാണ് ടോട്ടൽ വെയ്റ്റഡ് പ്രോഫിറ്റ്.
ഇതാണ് ടോട്ടൽ വെയിറ്റ്. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് പറഞ്ഞാൽ വെയ്റ്റഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഈസ് ഈക്വൽ ടു 56,667. അപ്പോൾ ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഗുഡ് വിൽ എങ്ങനെ ആയിരിക്കും വരിക? വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ആയിരിക്കും വരിക. അപ്പോൾ എമൗണ്ട് ബിൽ ബി എത്ര വരിക? 56,667 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 1,70,000. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഈസ് യൂസ്ഡ് വെൻ ദർ ഈസ് ട്രെൻഡ് അപ് ട്രെൻഡ് ആവാം, ഡൗൺ ട്രെൻഡ് ആവാം. ഓക്കെ, റീസെൻറ്റ് ഇയറിന് എന്ത് ചെയ്യുക? ഹയസ്റ്റ് വെയിറ്റ് കൊടുക്കുക. 5 കൊല്ലാണ്. അപ്പോൾ 5ാമത്തെ കൊല്ലത്തിന് 5, 4, 3, 2, 1. എടാ, ഈ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് കമ്പ്യൂട്ടേഷൻ ക്ലിയർ ആണോ? ഗിവ് മി എ റിപ്ലൈ എടാ. ഓക്കെ ആണോ? എടാ സെറ്റ് ആണോ? ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. എടാ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആസ് ദ നെയിം സജസ്റ്റ്. നേരത്തെ മെത്തേഡിലേക്ക് ഗുഡ് വിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്തുണ്ടാക്കിയാൽ മതി? പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മതി. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഗുഡ് വിൽ ഉണ്ടാവും. ലോസ് ഉണ്ടെങ്കിൽ ഗുഡ് വിൽ ഉണ്ടാവുമോ? ഇല്ല. എടാ ലോസ് ഉണ്ടെങ്കിൽ ഗുഡ് വിൽ ഉണ്ടാവുമോ? എന്നാൽ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ലോസ് ഉണ്ടെങ്കിൽ ശരിക്കും ലോസ് ആണെങ്കിലും ഗുഡ് വിൽ ഉണ്ടാവില്ലേ? പ്രാക്ടിക്കലി സ്പീക്കിംഗ് ലോസ് ആണെന്ന് വിചാരിച്ച് ഗുഡ് വിൽ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ സ്വിഗ്ഗി ഈസ് എ ലോസ് മേക്കിംഗ് ബിസിനസ്. സ്വിഗ്ഗിന് ഒരാൾ വന്ന് വാങ്ങുമ്പോൾ ഗുഡ് വില്ല് കൊടുക്കാതെ ജസ്റ്റ് പൈസ കൊടുത്ത് നെറ്റ് അസറ്റ് മാത്രം കൊടുത്ത് വാങ്ങാൻ കിട്ടുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. സ്വിഗ്ഗി ഈസ് മേക്കിംഗ് ലോസ്. സ്വിഗ്ഗി നോട്ട് അറ്റ് മെയ്ഡ് പ്രോഫിറ്റ്. പക്ഷേ സ്വിഗ്ഗി ഗുഡ് വില്ലില്ലേ? സ്വിഗ്ഗി ഇതുവരെ പ്രോഫിറ്റിലല്ല, സ്വിഗ്ഗി ലോസിലാണ്. സെപ്റ്റോ അറിയില്ല നിങ്ങൾക്ക്? സെപ്റ്റോ ലോസിലാണ്. അവരൊന്നും ഇതുവരെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടല്ല. പക്ഷേ സെപ്റ്റോ ഹാസ് എ ഗുഡ് വിൽ, സെപ്റ്റോ ഹാസ് എ റീച്ച് അല്ലേ? അപ്പോൾ നമ്മൾ ഈ കാണുന്ന മെത്തേഡ്സൊക്കെ എന്താണ്? എടാ ഈ കാണുന്ന മെത്തേഡ്സൊക്കെ എന്താണ്? ഈ കാണുന്ന എന്താണ്? അതെ, മറ്റേ ഇവനില്ലേ ഓയോ അല്ലേ? ഓയോൻ്റെ ഓണർ റിതേഷ് അഗർവാൾ 15ാമത്തെ വയസ്സിലൊക്കെ ഓയോ ഉണ്ടാക്കി തോന്നുന്നുണ്ട്. അപ്പോൾ ആൾക്ക് വയസ്സായി. അങ്ങനെ അന്ന് ഉണ്ടാക്കിയ പുള്ളി എന്ത് പുള്ളിയുടെ എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും മറ്റേ റിതേഷ് അഗർവാൾ എന്ന ആളെ പേര്. ഇപ്പോൾ ആൾക്ക് 32 വയസ്സാണ്. ആളെന്നാ 32 എൻ്റെ വയസ്സ്, ഇതാ 93 പുള്ളി. അപ്പോൾ മറ്റേ പുള്ളി അന്ന് മറ്റേ എന്താ പറയുക, ചെറിയ പ്രായത്തിൽ പുള്ളി ബിൽഡ് ചെയ്താണ് മറ്റേ ഓയോ. 10 കൊല്ലം മുന്നേ അങ്ങനെ എന്തൊക്കെ പുള്ളി ബിൽഡ് ചെയ്താണ് ഓയോ പ്രോഫിറ്റിലാണ് തോന്നുന്നു കേട്ടോ. വലിയ പ്രോഫിറ്റ് ഒന്നുമില്ല. ഐ ഹോൾഡ് ഓയോ ഷെയർസ്. നല്ല ലോസിലുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇന്ത്യൻ സ്റ്റാർട്ടപ്സ് ഇൻ ഹെവി ലോസ്. ഒരു മിനിറ്റ്. കുറേ കമ്പനി, നിങ്ങൾക്ക് അറിയാവുന്ന കുറേ കമ്പനീസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്ന കമ്പനീസ് ഞാൻ പറഞ്ഞുതരാം. സ്വിഗ്ഗി ലോസാണ് ഞാൻ പറഞ്ഞില്ലേ. ഫാമീസി അറിയോ? ഫാമീസി 1mg ഫാമീസിയൊക്കെ അറിയോ? 1mg ഫാമീസി, അപ്പോളോ 24 എന്നൊക്കെ പറഞ്ഞാൽ മരുന്ന് വാങ്ങുന്ന ആപ്പാണ്. മരുന്ന് ആപ്പ് പറഞ്ഞാൽ നമ്മളെ മറ്റേ ഇതില്ലടാ, മരുന്ന് വാങ്ങുന്ന പ്ലാറ്റ്ഫോംസ്. ഇപ്പോൾ എൻ്റെ മദറിൻ്റെ ഒക്കെ മരുന്ന് ഞാൻ വാങ്ങാറ് അപ്പോളോ 24ലാണ്. അപ്പോളോ 24 ഒക്കെ പോലെ തന്നെ. പിന്നെ എത്ര അറിയില്ലേ നിങ്ങൾക്ക്? എത്ര സ്കൂട്ടർ അറിയില്ലേ ബോയ്സ്? ഇലക്ട്രിക് സ്കൂട്ടറില്ലേ ഏത്തർ ലോസിലാണ്. ബിഗ് ബാസ്ക്കറ്റ് അറിയില്ലേ? ബിഗ് ബാസ്ക്കറ്റ് ലോസിലാണ്. ഓല ലോസിലാണ്. പേടിഎം ഹെവി ലോസിലാണ്. ഇതൊക്കെ ലോസിലുള്ള കമ്പനീസാണ്. ഓക്കെ, സൊമാറ്റോ ഒക്കെ റീസെൻ്റ് ആയിട്ട് 2 കൊല്ലം മുന്നെയാണ് സൊമാറ്റോ ഒക്കെ പ്രോഫിറ്റിലോട്ട് മാറിയത്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ ഇത് 2025 കണക്കാണ്. മീഷോ ലോസിലാണ്. 587 കോടിയാണ് മീഷോൻ്റെ ലോസ്. ഫ്ലിപ്കാർട്ട് ലോസിലാണ്. പക്ഷേ ഫ്ലിപ്കാർട്ടൊക്കെ കവറാവും കേട്ടോ. മീൻസ് 2-3 കൊല്ലം കൊണ്ട് ഫ്ലിപ്കാർട്ടൊക്കെ പ്രോഫിറ്റിലാവും. ഫോൺ പേ ലോസിലാണ്. ഇതൊക്കെ ഇപ്പോൾ ക്ലിയർ ട്രിപ്പ് അറിയോ നിങ്ങൾക്ക്? ക്ലിയർ ട്രിപ്പ് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം, മറ്റേ യാത്രയുടെ മറ്റേ എന്താണെന്ന് പറയുക, ഈ അഗോഡ എന്നൊക്കെ പറഞ്ഞാൽ അതേപോലത്തെ മറ്റേ ഒരു പ്ലാറ്റ്ഫോമാണ്. ഗോയ്ബിബോ ഒക്കെ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് ക്ലിയർ ട്രിപ്പ്. ആ ക്ലോസിലാണ്. അല്ല ഓയൊന്നും മറ്റേ ഇവന്മാരൊന്നും പ്രോഫിറ്റ് കണ്ടിട്ടില്ല. പേടിഎം ഒക്കെ ഭയങ്കര സ്ട്രഗ്ലിങ്ങാണ്. എങ്ങനെ? ഇനി ഹെവി പ്രോഫിറ്റുള്ള കുറച്ച് കാണിച്ചത് നോക്കട്ടെ, ഒരു മിനിറ്റ്. ഏറ്റവും പ്രോഫിറ്റുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞത് ഇന്ത്യ മാർട്ട് അറിയോ? ഇന്ത്യ മാർട്ട് അറിയോ? ഇന്ത്യ മാർട്ടിയുടെ ഹെവി ആയിട്ട് നമ്മൾ ബൾക്കായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഇന്ത്യ മാർട്ട്. ഇന്ത്യ മാർട്ട് പ്രോഫിറ്റാണ് 550 കോടി പ്രോഫിറ്റ്. പിന്നെ അതുപോലെ തന്നെ നേവി അറിയോ നിങ്ങൾക്ക്? നേവി മൊബൈൽ ഫോൺ ലോൺ ആപ്പ്. നാവി അതിനൊന്നും ലോൺ എടുക്കാൻ നിൽക്കരുത്. മറ്റേ അത് അങ്ങനത്തെ ഒരു ആപ്പാണ്. അത് പ്രോഫിറ്റാണ്. അർബൻ കമ്പനി അറിയോ? അർബൻ
വീട്ടിലൊക്കെ ഹോം സർവീസിന് കൊച്ചിയിലുണ്ട് അർബൻ കമ്പനി തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. ബാംഗ്ലൂർ ബേസിലൊക്കെ വീട്ടിലൊക്കെ നമ്മളെ AC ക്ലീൻ ആക്കുക, പ്ലംബറെ പണി, അങ്ങനത്തെ ഒക്കെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് ആൾ വരുന്ന സാധനമാണിത്. ഓയോ പ്രോഫിറ്റിലാണ് 245 crore. ലെൻസ് കാർഡ്, ഇത് ഞാൻ ലെൻസ് കാർഡിൽ മേടിച്ചാണ്. ലെൻസ് കാർഡ് പ്രോഫിറ്റിലാണ് കേട്ടോ. ലെൻസ് കാർഡ് IPO ഒക്കെ പോയെന്നല്ലോ. ലെൻസ് കാർഡൊക്കെ പിന്നെ IPO ഒക്കെ പോയപ്പോൾ കുറച്ച് ഫേക്ക് ഒക്കെ അടിച്ചെന്ന് തോന്നുന്നുണ്ട്. ഡിജിറ്റ് പറഞ്ഞ കമ്പനി അറിയാം നിങ്ങൾക്ക്? ഡിജിറ്റ് പറഞ്ഞാൽ മറ്റാണ് അത് നമ്മുടെ ഇത് ഇൻഷുറൻസ് കമ്പനിയാണ് ഡിജിറ്റ് കേട്ടോ. ഡിജിറ്റ് ഇൻഷുറൻസ് കമ്പനിയാണ്. മിൻട്ര, ഫ്ലിപ്കാർട്ടാണ് മിൻട്ര ഓൺ ചെയ്യണേ, പക്ഷേ മിൻട്ര എന്താണ് പ്രോഫിറ്റിലാണ്. എറ്റേണൽ എന്ന് പറഞ്ഞാൽ സൊമാറ്റോ അറിയില്ല നിങ്ങൾക്ക്? സൊമാറ്റോ അറിയില്ലേ? മറ്റേ സൊമാറ്റോൻ്റെ ഇപ്പോഴത്തെ പേരാണ് എറ്റേണൽ. ഏതാ മോനെ? ബ്ലിങ്കിറ്റ് ഒക്കെ സൊമാറ്റോൻ്റെയാണ്. ബ്ലിങ്കിറ്റ് ഡിസ്ട്രിക്റ്റ് ഒക്കെ സൊമാറ്റോൻ്റെയാണ്. ബ്ലിങ്കിറ്റ് ഡിസ്ട്രിക്റ്റ് അറിയില്ലടാ, മറ്റേ സിനിമ ബുക്ക് ചെയ്യുന്ന ആപ്പ് ഡിസ്ട്രിക്റ്റ്. ഏത് മോനെ? ഏതാടാ? ഏത് ടെമ്പിള്? പുള്ളി അത് മാത്രമൊന്നുമല്ല, പുള്ളി സൊമാറ്റോൻ്റെ CEO സ്ഥാനത്ത് നിന്ന് മാറി. എന്നിട്ട് പുള്ളി ഇപ്പോൾ പുതിയ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുള്ളിനേക്കാളൊക്കെ ഭീകരൻ ആരറിയോ? പുള്ളി ദീപേന്ദർ ഗോയൽ. പുള്ളി ആകെ 5% ഷെയർസ് ഓൺ ചെയ്യുള്ളൂ. ശരിക്കും വെടിച്ചിട്ട് സാധനം മറ്റവന്മാരാ. ആര്? നിതിൻ കമ്മത്തും മറ്റേ ഇവനും. സിറോദല്ലേ? സിറോദൻ്റെ ഫൗണ്ടേഴ്സ് അറിയോ? സിറോദൻ്റെ ഫൗണ്ടേഴ്സ് അറിയോ? പുള്ളി 2008 8,000 രൂപയായിരുന്നു പുള്ളിയുടെ സാലറി. അവർ കോളേജിലും ഇതിലൊന്നും പോയിട്ടൊന്നുമില്ല. ഒരാളെന്തായാലും നിതിൻ കമ്മത്താ തോന്നുന്നുണ്ട്. നിതിൻ കമ്മത്ത് ബ്രദേഴ്സ്, എന്താ വേറൊരു പേരുണ്ടല്ലോ, നിതിനോ അങ്ങനെ എന്തോ പേരാ അവന്മാർക്ക്. അവരെ പ്രോഫിറ്റ് ഉണ്ടല്ലോ, പ്രോഫിറ്റ് 22,000 കോടിയാണ്. അയാളുടെ സാലറി 8,000 കോടി. 2008 എത്ര മറ്റേ പുള്ളിക്കാരൻ കല്യാണം പ്രപ്പോസ് ചെയ്തപ്പോഴേ പുള്ളിക്കാരൻ്റെ ഫിയാൻസി കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ അച്ഛന് ഗ്രോസറി ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. ഈ പുള്ളിക്ക് പണിയൊന്നുമില്ലായിട്ട് എങ്ങനെ ഇപ്പോൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാമെന്നുള്ള ടെൻഷനിലായിരുന്നു. ഇന്ന് ഈ വർഷം 25 ക്ലോസ് ചെയ്ത ഇയറിൽ പുള്ളിയുടെ സ്വന്തം കമ്പനിയായ സീറോദിൽ നിന്ന് എടുത്തിരിക്കുന്ന 8,000 കോടിയാണ് സാലറി 8,000 കോടി പുള്ളിയുടെ കമ്പനി. അത് സ്റ്റിൽ പ്രൈവറ്റ് കമ്പനി, അതിന് ഇൻവെസ്റ്റ്മെൻറ്റും ഫണ്ടിങ്ങും ഒന്നുമില്ല. സോ അവന്മാരത്ത് ക്യാഷ് ബാലൻസ് തന്നെ ഉണ്ട് എത്രയോ വലിയ എമൗണ്ട്, ഫുൾ അസറ്റ്സ്. എങ്ങനെ ബ്രോക്കറേജ് കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രോ അറിയില്ല നിങ്ങൾക്ക്? ഗ്രോ അറിയില്ലേ? ഗ്രോ, സിറോദ, അപ്സ്റ്റോക്സ് അറിയില്ലേ? ഇവർ 3 പേരാണ് വലിയ പ്ലേസ്. സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയാണ്, നിങ്ങൾക്ക് വല്ലാണ്ട് അറിയുണ്ടാവില്ല. സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയാണ്. അപ്പോൾ ഈ ഫിസിക്സ് വാല ഇവന്മാരൊക്കെ ആക്ച്വലി കളിക്കുന്ന എന്ത് വേണേ? വാല്യുവേഷൻ വേണേ. ഇപ്പോൾ ലെൻസ് കാർട്ടില്ലേ? ലെൻസ് കാർട്ട് ഇതേമാതിരി IPOക്ക് പോയപ്പോൾ ഒരു വാല്യുവേഷൻ കൂട്ടി, അങ്ങനെ കുറേ ഗെയിമാണ്. പക്ഷേ സിറോദ ഒരു വാല്യുവേഷനും ഒന്നിനും പോകുന്നില്ല, ഒരു ഇൻവെസ്റ്റ്മെൻറ്റും വാങ്ങുന്നില്ല. ഓല് നിർത്തി പ്രോഫിറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓവർ എ പീരിയഡ് ഓഫ് ടൈം അത്രയും പൈസ അവരുണ്ടാക്കി. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ചുമ്മാ നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ല കേട്ടോ, സീറോദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ല. സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറഞ്ഞാൽ അതൊരു ഗവൺമെൻറ് എൻറ്റിറ്റി പോലെ റെഗുലേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ക്ലയൻസിന് വേണ്ടിയിട്ട് സ്റ്റോക്സിൽ ഡീൽ ചെയ്യുന്ന സ്റ്റോക്ക് ബ്രോക്കറാണ് കേട്ടോ. സ്റ്റോക്ക് ബ്രോക്കർ എന്നാണ് പറയുക. സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമുക്ക് BSE NSE മാത്രമേ ഉള്ളൂ. ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാ? BSE NSE എന്നിങ്ങനെയൊക്കെ ചോദിക്കാമോ? NSE ആണ് ഏറ്റവും വലുത്. ഏറ്റവും പഴയത് ഏതാ? BSE. നിങ്ങൾ മറ്റേ ഇതൊന്നും കണ്ടിട്ടില്ല? മറ്റേ കഥ അല്ലേ ഇവൻ്റെ കഥ, ഹർഷദ് മേത്ത സ്കാം 999 എന്താ 999 എന്താ പേര്? സ്കാം 993. അതൊക്കെ പോയി കാണണം കേട്ടോ. അതൊക്കെ ഇപ്പോഴല്ല, മറ്റേ പരീക്ഷ ഉണ്ട് കേട്ടോ. അത് സീരീസാണ്, കുറച്ച് കാണാണ്ടത്. ഈ ലക്കി ഭാസ്കർ കണ്ടിട്ടില്ല നിങ്ങൾ? അതിൻ്റെ ഒക്കെ ഒരു ചെറിയ വേർഷൻ, ചെറിയല്ല വലിയ വേർഷൻ. ലക്കി ഭാസ്കർ ചെറിയ വേർഷൻ, അത് സ്റ്റോറിയാണ്. ഏത്? പക്ഷേ ലക്കി ഭാസ്കർ ഐ ലൈക്ക് ദ മൂവി കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ദുൽഖറിൻ്റെ പടം തീരെ ഇഷ്ടമല്ല, പക്ഷേ ഈ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആകെ ദുൽഖറിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട പടം ഈ പടമാണ്. ഓക്കെ, ഹീസ് നൈസ്, ഹി ഹാസ് ഡൺ ഗുഡ്. എന്താണ് എന്താണ് വെറുതെ അതിലെന്താ അഭിനയം? വെറുതെ തിലകൻ്റെ പിന്നാലെ നടന്ന് കണ്ട് ഏത് അതിലെന്താ അഭിനയിക്കാല്ലേ? അങ്ങനെ ലുക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാനും അങ്ങനെ അഭിനയിക്കും. ഒരു അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ യാഷ് KGF അതെന്താ അഭിനയം? ഓൻ കുറേ ബോഡിയും കുറേ മുടിയും, എന്ത് എക്സ്പ്രഷൻ അവൻ്റെ മുഖത്ത് കാണുന്നത്? ഫുൾ മുടി മാത്രമേ കാണുള്ളൂ. ആക്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ലാലേട്ടനൊരു പടത്തിൽ, അല്ലെങ്കിൽ മമ്മൂക്കൊരു പടത്തിൽ, കാന്താരം ഞാൻ കണ്ടിട്ടില്ല, അതാണ് ആക്ടിങ്. ഇപ്പോൾ ലാലേട്ടൻ്റെ റീസെൻ്റ് പടം കണ്ടില്ലടാ, മറ്റേ തുടരും. അപ്പോൾ അതിൽ ഫുള്ളൊന്നുമില്ല, എന്നാലും ലാലേട്ടൻ്റെ എവർ ടൈം ആ ഒരു സാധനം, ഇമോഷൻസ് മിന്നി മറിയുന്ന, അവർ കരയുമ്പോൾ നമുക്ക് കരയാൻ തോന്നുന്നത്, അതേപോലെ തന്നെ അങ്ങനത്തെ സാധനമാണ്. അതാണ് ഞാൻ കാണുന്ന അഭിനയം. അങ്ങനെയൊന്നും അവർ ചെയ്തിട്ടില്ല. എന്താണ് ഇഷ്ടപ്പെട്ടു? തുടരും ഭയങ്കരമൊന്നുമില്ല. പിന്നെ അതിലൊരു സോങ്ങും, പിന്നെ ശോഭനി ഇവരും, പിന്നെ ആ ഒരു ഇതാവുമ്പോൾ അങ്ങോട്ട് എന്തൊക്കെ ആയതാണ്. അങ്ങനെ വലിയൊരു സംഭവമൊന്നും ഇല്ല അതിൽ.
അങ്ങനെയൊന്നും ഇനി മൂവി വരില്ല, ഡോണ്ട് വറി. ആ കഥകളൊക്കെ കഴിഞ്ഞു പോയി. ഓക്കെ, യെസ്. ജോമോൻ്റെ സുവിശേഷങ്ങൾ ഒന്ന് വലിച്ചെറിഞ്ഞത്, അതൊക്കെ ഒരു പാടാണ്. ഓ മറ്റേ പെൺകുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ബസ് എടുത്ത് ഓടിക്കുന്നു, എന്തൊക്കെയാണ് കാണിക്കുന്നത്. ജോമോൻ്റെ ആ എന്തൊക്കെ ഉണ്ടായില്ലേ, പക്ഷെ അതൊന്നും അല്ല, ഇതൊന്നും അല്ല. ദുൽഖർ ഫാൻസിന് കൊണ്ടു. ഓക്കെ, ഐ ഡിൻ ടെൽ ദുൽഖർ ഈസ് നോട്ട് എ ഗുഡ് ആക്ടർ, ഐ ജസ്റ്റ് ടോൾഡ്. പക്ഷേ ദുൽഖർ ഈസ് എ ജീനിയസ് പേഴ്സൺ. ആ ലോകമൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പടം പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന സാധനം ഉണ്ടല്ലോ, ഈസ് എ ജീനിയസ് പ്ലെയർ. അതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ആസ് എ പ്രൊഡ്യൂസർ അതൊക്കെ ഭയങ്കര പുള്ളി എടുത്ത ഭയങ്കര തീരുമാനമാണ്. ലോകം എന്ത് രസം കാണാൻ. ഭയങ്കര അടിപൊളിയല്ല, മീൻസ് ആ ഒരു ഇതില്ലേ, എന്തായാലും പറയാം, ഒരു മലയാളം സിനിമ ലോക സിനിമക്ക് മുമ്പ് വെക്കാവുന്ന സ്റ്റഫുള്ള ഒരു സാധനമാണ്. അതിൻ്റെ BGM മറ്റേ അവിടുത്തെ പ്രസൻറ്റേഷനും വേറെ എൻ്റെ ഡിഫറെൻറ്റ് തീമല്ലേ, പൊളിഞ്ഞേക്കാവുന്ന ഒരു പരീക്ഷണം കാണിച്ച് അതിനൊരു പൈസ വാരി. അപ്പോൾ ഈസ് എ ഗുഡ് ബിസിനസ് മാൻ, ഗുഡ് പ്രൊഡ്യൂസർ, സിനിമനെ പറ്റി നല്ല വ്യൂ ഉള്ള ആളാണ്, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആക്ടിങ് വൈസാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? മോശം എന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്കിഷ്ടമല്ലെന്നാണ് പറഞ്ഞത്. ഓക്കെ, പക്ഷേ ലക്കി ഭാസ്കർ ഐ റിയലി ലൈക്ക്ഡ്, നല്ല ഇഷ്ടപ്പെട്ടു. പുള്ളി ആ റോൾക്ക് ഭയങ്കര മാച്ചാവുണ്ട്. ഒരു പാൻ ഇന്ത്യൻ സിനിമ ആയിട്ട് എവിടെയും കാണിച്ചു കൊടുക്കാം, എല്ലാ ലാംഗ്വേജിലും കാണാൻ പറ്റുന്ന സിനിമയാണ്. അപ്പോൾ മലയാളം സിനിമ നമ്മൾ വേറെ ലാംഗ്വേജിൽ എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ അറിയാം, തെലുങ്ക് സിനിമ മലയാളത്തിൽ എടുത്ത മതികാരം സാധനം അറിയില്ല. പക്ഷേ ഇത് എല്ലാവർക്കും കാണാം, ഓൾ ഇന്ത്യൻ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു രീതിയിലാണ് അത് എടുത്തിരിക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, അവിടെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പറഞ്ഞാൽ ഓൺലൈൻ പീപ്പിൾ ശ്രദ്ധിക്കണേ. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പറഞ്ഞാൽ, ഐ റിപ്പീറ്റ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പറഞ്ഞാൽ ഈ മെത്തേഡ് പ്രകാരം ഈ മെത്തേഡ് പ്രകാരം ഗുഡ് വില്ല് വേണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് പ്രകാരം ഇവിടെ ഗുദ്വിൽക്കറിൻ്റെ സിനിമേൻ്റെ ലിസ്റ്റുകൾ വന്ന് വീണു. എന്തൊക്കെയാണ്? വിട്ടകല ഭരത് ABCD അല്ല വിട്ടുകല ഭരത്, ഇതിന് ഞാൻ സിനിമ പേരായി വിക്രമാദിത്യൻ ആൾസോ ഐ ലൈക്ക് കേട്ടോ, കൊള്ളാം. പിന്നെ അത് ഒന്നൊരു മോട്ടിവേഷനാണ്. മറ്റേ പാർത്ഥിവ് CAക്ക് വരുന്നതിന് മുന്നേ വിക്രമാദിത്യൻ കണ്ടായിരുന്നു. ഈ വിക്രമാദിത്യൻ കണ്ടില്ല പാർത്ഥിവ്? എങ്ങനെ? പിന്നെ അതുപോലെ തന്നെ കുറുപ്പ്, സീതാറാം, ബാംഗ്ലൂർ ഡേയ്സ്, ചാർലി, വേൾഡ് ബിൽഡിങ്ങോ അതേതാ, പറയാ നോക്ക്. ഡലീസൺ ഏതൊക്കെ മൊബൈൽ മോഷ്ടിക്കണ പടാ? അതാ സീതാറാം? അല്ല, വിട് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ആക്ട്രസ്, എനിക്ക് ആളറിയില്ല. എനിക്കാകാരം നവ്യ നായർ, പിന്നെ ആരൊക്കെ എടാ ഞാൻ പിന്നെ ഐ ഡി നോട്ട് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. പിന്നെ ഇപ്പോൾ ആരെ അറിയാം? ഇപ്പോഴത്തെ റീസെൻ്റ് ആരെ അറിയാം? പിന്നെ ആ പേരൊക്കെ കേട്ടിട്ടുണ്ട്. ശ്രേയാ ഘോഷലിനെ അറിയാം? സിംഗർ. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഡലീസൺ ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൻ്റെ അസംഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൻ്റെ അസംഷൻ എന്ന് പറഞ്ഞാൽ നോർമലി നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുഡ് വില്ല് ആണ്ട്. ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. ഇതൊന്ന് നോക്കണേ, ഇതൊക്കെ എല്ലാത്തും നോക്കിയിട്ട് നിങ്ങൾ പറയണേ. അപ്പോൾ നോക്ക്, ഞാൻ പറഞ്ഞത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പറഞ്ഞാൽ ഈ നമ്മൾ ബാക്കിയുള്ളവരെല്ലാവരും പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പോലെ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് വില്ല് ഉണ്ടാവില്ല. ബാക്കിയുള്ളവർ ഉണ്ടാക്കുന്നതിന് മുകളിൽ നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവുള്ളൂ? ഗുഡ് വില്ല് ഉണ്ടാവുള്ളൂ. ആ അസംഷനിലാണ് നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നത്? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പറഞ്ഞാൽ സിമ്പിളായിട്ട് പച്ച മലയാളത്തിൽ പറയാം, സൂപ്പറായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിവുള്ള ആൾക്കാർ അല്ലെങ്കിൽ കഴിവുണ്ടെങ്കിൽ ഗുഡ് വില്ല് ഉണ്ടാവുന്ന മെത്തേഡാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 4 വർഷം ഇതാണ് നമ്മുടെ പ്രോഫിറ്റ്. അപ്പോൾ നമ്മളെങ്ങനെ ആവറേജ് പ്രോഫിറ്റ് കാണുക? 60 + 50 + 10,000 - 20,000. ഇത് മൈനസ് ചെയ്യണം കേട്ടോ. ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇത് പ്രോഫിറ്റിൽ മാത്രം എടുക്കും. അങ്ങനെയല്ല, പ്രോഫിറ്റുകളൊക്കെ കൂട്ടുക, കാൽക്കുലേറ്റർ അടിക്ക്, പ്രോഫിറ്റുകളൊക്കെ കൂട്ടുക, എന്നിട്ട് ലോസ് കുറക്കുക. അപ്പോൾ ആവറേജ് ഡിവൈഡ് ബൈ 4. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 25,000. എടാ കിട്ടിയോ? 60 + 50 + 10 - 20,000. അപ്പോൾ എത്ര വരുന്നത്? എടാ ഇറ്റ് കംസ് ടു എത്ര വരുന്നത്? പറഞ്ഞേ, എത്ര? 20,000. 25,000. then
എടാ നെക്സ്റ്റ് അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത നമ്മളെ നോർമൽ പ്രോഫിറ്റ് കാണാം. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ ഈ ബിസിനസ്സിൽ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ 1 lakh ആണ്. എടാ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ എന്താണ്? 1 lakh ആണ്. അപ്പോൾ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്? 10% ആണ്. എടാ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്? 10%. എന്താ ഈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ? അത് ക്വസ്റ്റ്യനിൽ തരുന്നില്ല. അല്ല, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നാൽ എൻ്റെ അതേ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഏകദേശം അവരുടെ ക്യാപിറ്റലിൻ്റെ എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺസ്. എന്താ പറയുക? നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. എടാ ഒന്നും കൂടെ പറയാം. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നാൽ എൻ്റെ അതേ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ ഞാൻ ടെക്സ്റ്റൈൽസാണ്, അപ്പോൾ ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ മറ്റു ടെക്സ്റ്റൈൽസ് അവരെ ക്യാപിറ്റലിന് എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ എനിക്ക് കിട്ടിയ ആവറേജ് പ്രോഫിറ്റ് എത്ര? 25,000. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എത്ര? 1 lakh. അപ്പോൾ കണക്ക് നോക്കുകയാണെങ്കിൽ ഈ 1 lakhൻ്റെ എത്ര പെർസെൻറ്റേജ് ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കണം? 10%. അപ്പോൾ എത്ര എൻ്റെ നോർമൽ പ്രോഫിറ്റ് വരേണ്ടത് എത്രയാണ്? 10,000. ഈ 10,000നെ ഞാൻ പറയുന്ന പേരാണ് എന്താ അറിയോ? നോർമൽ പ്രോഫിറ്റ്. ഇവിടെ എന്താ പറയുക? നോർമൽ പ്രോഫിറ്റ്. ഇവിടെ വാട്ട് ഷുഡ് ഐ കോൾ? നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് പറഞ്ഞാൽ ബാക്കിയുള്ളവർ ഐ റിപ്പീറ്റ്, ബാക്കിയുള്ളവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന, എൻ്റെ ബിസിനസ് ചെയ്യുന്ന അതേപോലത്തെ ആൾക്കാർ ഉണ്ടാക്കുന്ന പോലെ ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടണം എന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് നോർമൽ പ്രോഫിറ്റ്. എന്താ വിളിക്കുക? നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ ബാക്കിയുള്ളവർ ഉണ്ടാക്കുന്ന പോലെ ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നോർമൽ പ്രോഫിറ്റ് 10,000 ആണ്. പക്ഷേ എൻ്റെ പ്രോഫിറ്റ് 25,000 ആണ്. അപ്പോൾ അവരെക്കാൾ കൂടുതൽ ഞാൻ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി? 15. ഈ 15നെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ അറിയോ? എടാ സൂപ്പർ പ്രോഫിറ്റ്. എന്താ പറയുക? സൂപ്പർ പ്രോഫിറ്റ്. ഈ 15 നമ്മൾ പറയുന്ന പേരാണ് സൂപ്പർ പ്രോഫിറ്റ്. ഈ സൂപ്പർ പ്രോഫിറ്റ് നമുക്ക് 3 കൊല്ലം ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു പറടാ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. എങ്ങനെ പറയാം? ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. എത്ര? 45,000. ഓക്കെ, അതെ. അപ്പോൾ നിങ്ങൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്താ കാണേണ്ടത്? ആവറേജ് പ്രോഫിറ്റ്. സെക്കൻഡ് എന്താ കാണേണ്ടത്? നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് കാണാനുള്ള ഫോർമുല നോർമൽ പ്രോഫിറ്റ് ഇൻറ്റു അല്ലെങ്കിൽ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻറ്റു ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. എടാ അല്ലേ? നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻറ്റു ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. അടുത്ത എന്താ കാണേണ്ടത്? സൂപ്പർ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് സൂപ്പർ പ്രോഫിറ്റ്. സോറി ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. അടുത്ത എന്താ? ലാസ്റ്റ് ഗുഡ് വിൽ. ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റിൻ്റെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ബിസിനസ്സിൻ്റെ നോർമൽ പ്രോഫിറ്റിനേക്കാളും ആവറേജ് പ്രോഫിറ്റ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ ഗുഡ് വിൽ ഉണ്ടാവുമോ? നോർമൽ പ്രോഫിറ്റിനേക്കാളും ആവറേജ് പ്രോഫിറ്റ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ ഗുഡ് വിൽ ഉണ്ടാവുമോ? ഇല്ല. ഗുഡ് വിൽ വിൽ ബി ദർ ഓൺലി ഇഫ് ദർ ഈസ് സൂപ്പർ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഗുഡ് വിൽ എന്ത് ചെയ്യുള്ളൂ? വരുള്ളൂ. എടാ സൂപ്പർ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഗുഡ് വിൽ എന്ത് ചെയ്യുള്ളൂ? വരുള്ളൂ. ഡിഡ് യു ഗെറ്റ് എ ക്ലാരിറ്റി? ഓക്കെ ആണോ? ഹലോ, റെസ്പോണ്ട്. എടാ ശരിയാണോ? കിട്ടിയോ? സൂപ്പർ പ്രോഫിറ്റ്. നെക്സ്റ്റ് മെത്തേഡാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് മെത്തേഡ്. ഇതൊന്ന് നോക്കിക്കേ, എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചേ. ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് മെത്തേഡ്. ഓക്കെയോ? എന്താടാ മോനെ? കിട്ടിയോ? മനസ്സിലായില്ല? പറ. മനസ്സിലായില്ലേ? ഇല്ല. ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് മെത്തേഡ്. ഇതെന്താ ലോജിക്ക് വെച്ചാൽ, എൻ്റെ അസെറ്റ് 5 lakh ടോട്ടൽ അസെറ്റ് കേട്ടോ. ടോട്ടൽ ലാബിലിറ്റി എത്ര? 90,000. നമ്മളിപ്പോൾ എന്താ വാല്യൂ ചെയ്യുന്നത്? ഗുഡ് വില്ല്. അപ്പോൾ ഈ അസെറ്റ്സിൽ ഗുഡ് വില്ല് വരുമോ? വരുമോ? എടാ നമ്മളിപ്പോൾ എന്താ വാല്യൂ ചെയ്യുന്നത്? നമ്മുടെ ബിസിനസ്സിന് നമ്മൾ കാണുന്ന ഗുഡ് വില്ല്. നമ്മളെ ബിസിനസ്സിന് നമ്മൾ കാണുന്ന ഗുഡ് വില്ല് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ഗുഡ് വില്ലല്ലേ? അതിന് നമ്മൾ പറയുന്ന പേര് സെൽഫ് ജനറേറ്റഡ് ഗുഡ് വില്ലല്ലേ?
ആ സെൽഫ് ജനറേറ്റഡ് ഗുഡ് വില്ലിന് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചിലവാക്കിയ കോസ്റ്റ് മെഷറബിൾ അല്ലല്ലോ. അപ്പോൾ നമ്മുടെ അസറ്റിൻ്റെ ലിസ്റ്റിൽ ഗുഡ് വില്ല് കാണാൻ പറ്റുമോ? ഒരു ബാലൻസ് ഷീറ്റിൽ ഗുഡ് വില്ല് നിങ്ങളിപ്പോൾ അമിത്തിനെ ഭരത്ത് വാങ്ങിയപ്പോൾ അമിത്തിൻ്റെ ബുക്കിൽ ഗുഡ് വില്ലില്ല. അമിത്തിനെ വാങ്ങിയ ശേഷം ഭരത്തിൻ്റെ ബുക്കിൽ ഗുഡ് വില്ല് ഉണ്ടാവും. എന്തുകൊണ്ട്? പർച്ചേസ്ഡ് ആണ്. എടാ മനസ്സിലായില്ലേ? ഒരു ബിസിനസ്സിൻ്റെ ബുക്കിൽ ഗുഡ് വില്ല് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഗുഡ് വില്ല് എന്താണ്? പർച്ചേസ്ഡ് ആണോ സെൽഫ് ജനറേറ്റഡ് ആണോ? പർച്ചേസ്ഡ് ആണ്. പർച്ചേസ്ഡ് ആണ്, സെൽഫ് ജനറേറ്റഡ് അല്ല. എടാ ക്ലിയർ ആണോ? അപ്പോൾ അസെറ്റ്സ് മൈനസ് ലാബിലിറ്റി ഈസ് ഈക്വൽ ടു എത്ര വരുന്നത്? ക്യാപിറ്റൽ. അപ്പോൾ വാട്ട് ഈസ് മൈ ക്യാപിറ്റൽ? 5 lakh മൈനസ് 90,000 ഈസ് ഈക്വൽ ടു എത്രയുടെ വരുന്നത്? 4,10,000. സംശയമൊന്നുമില്ലല്ലോ. ആവറേജ് പ്രോഫിറ്റ് ഓഫ് ലാസ്റ്റ് 4 years. എൻ്റെ 4 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 60,000 ആണ്. എടാ 4 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 60,000. വാട്ട് ഡസ് ദാറ്റ് മീൻ? എടാ അല്ല അതെങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? 4 വർഷത്തെ ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ 4. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഈ ആവറേജ് പ്രോഫിറ്റ് കാണുമ്പോഴേ വെന്നെവർ വേറെവർ യു കമ്പ്യൂട്ട് ആവറേജ് പ്രോഫിറ്റ് യു ക്യാൻ യൂസ് വെയ്റ്റഡ് ആവറേജ്. എടാ വെയ്റ്റഡ് ആവറേജ് എപ്പോഴാണ് യൂസ് ചെയ്യുക? വെന്നെവർ ദർ ഈസ് ട്രെൻഡ്. എടാ ട്രെൻഡ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. യു ക്യാൻ യൂസ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്. ദെൻ ദ പോയിന്റ് ഐ നീഡ് ടു ടെൽ യു ഇസ് ദാറ്റ് പിന്നെ ആവറേജ് പ്രോഫിറ്റ് 60,000 ആണ്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 12% ആണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ അതേ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അവരുടെ ക്യാപിറ്റലിൻ്റെ 12% എന്ത് കിട്ടുന്നുണ്ട്? റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പോൾ അടുത്ത കാൽക്കുലേഷനാണ് ഇഫ് മൈ ക്യാപിറ്റൽ ഈസ് എക്സ്, അതിൻ്റെ 12% റിട്ടേൺ ആണെന്ത്? ഇഫ് മൈ ക്യാപിറ്റൽ ഈസ് എക്സ്, അതിൻ്റെ 12% റിട്ടേൺ ആണെന്ത്? 60,000. അങ്ങനെയാണെങ്കിൽ ഈ 60,000 എമൗണ്ട് 12% ആയിട്ട് റിട്ടേൺ കിട്ടണമെങ്കിൽ എനിക്ക് എത്ര ക്യാപിറ്റൽ വേണം? റിപ്പീറ്റ്, 12% റിട്ടേൺ. എടാ 12% റിട്ടേൺ ആയിട്ട് 60,000 കിട്ടണമെങ്കിൽ എത്ര ക്യാപിറ്റൽ വേണം? നമ്മളെങ്ങനെ കാണുക? എങ്ങനെ കാണുക? 60,000 പറഞ്ഞാൽ ക്യാപിറ്റലിൻ്റെ 12% ആണ്. അപ്പോൾ ക്യാപിറ്റൽ എത്ര വേണ്ടേ? 5 lakh. പക്ഷേ എൻ്റെ ക്യാപിറ്റൽ ഇവിടെ എത്ര ഉള്ളൂ? 4,10,000. അപ്പോൾ എൻ്റെ ബുക്കിൽ എടാ നോക്ക്, ക്യാപിറ്റൽ പറഞ്ഞാൽ അസറ്റ് കൂടുമ്പോൾ ക്യാപിറ്റൽ കൂടൂലേ? അപ്പോൾ എൻ്റെ ഈ അസറ്റ് വേറെ ഏതോ അസറ്റ് ബുക്കിലില്ലാത്തത് ഇവിടെ ഉണ്ട്. അസറ്റ് കൂടുമ്പോൾ ക്യാപിറ്റൽ കൂടും. അപ്പോൾ ഈ അസറ്റ് എടുത്തത് ഗുഡ് വിൽ ഇല്ലാതെ അല്ലേ? എടാ അല്ലേ? അപ്പോൾ എൻ്റെ ക്യാപിറ്റൽ അസറ്റിൽ ഗുഡ് വിൽ ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ എന്ത് ചെയ്യും? കൂടെ കുറയോ? എടാ ബാലൻസ് ഷീറ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്തേ. അസറ്റ് ഉണ്ട്, ലാബിലിറ്റി ഉണ്ട്. ഈ അസറ്റ് കൂടുന്നതിനനുസരിച്ച് ക്യാപിറ്റലും കൂടൂലേ? അപ്പോൾ അസറ്റിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഗുഡ് വിൽ എടുത്തുക്കണോ? ഇല്ല. അപ്പോൾ അസറ്റിൻ്റെ കൂട്ടത്തിൽ ഗുഡ് വിൽ എടുക്കാത്തതുകൊണ്ട് ക്യാപിറ്റൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ഗുഡ് വിൽ കൺസിഡർ ചെയ്തിട്ടുള്ള ക്യാപിറ്റലാണോ അതോ ഗുഡ് വിൽ കൺസിഡർ ചെയ്യാത്ത ക്യാപിറ്റലാണോ? ഗുഡ് വിൽ കൺസിഡർ ചെയ്യാത്ത ക്യാപിറ്റലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ക്യാപിറ്റൽ ഈ 5 lakh എന്താണ്? വേറെ എന്തോ നമ്മൾ ഈ കൺസിഡർ ചെയ്ത അസറ്റ് മാത്രമല്ല വേറെ എന്തോ ഒരു അസറ്റും കൂടെ ഉണ്ട്. ആ അസറ്റ് ഉള്ളതുകൊണ്ട് അസറ്റ് കൂടിയതുകൊണ്ട് നമ്മളെ ക്യാപിറ്റൽ എന്ത് ചെയ്തു? കൂടി. ആ വേറെ എന്തോ അസറ്റ് നമ്മളെന്താണ്? ഗുഡ് വില്ലാണ്. അപ്പം നിങ്ങളെ ഗുഡ് വില്ല് കാണാൻ വേണ്ടിയിട്ടേ നിങ്ങളെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് എടുത്തപ്പോൾ ഗുഡ് വിൽ ഇല്ലാത്ത അസറ്റ് എടുത്ത്. ഗുഡ് വിൽ ഇല്ലാത്ത അസറ്റ് പറഞ്ഞാൽ അസറ്റ് കുറവാണ്. ശരിക്കും അവിടെ ഗുഡ് വില്ലും കൂടെ ഉണ്ട്. അപ്പോൾ അസറ്റ് കുറവായതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എന്താണ്? കുറവാണ്. അപ്പോൾ നിങ്ങളെ റിയൽ ക്യാപിറ്റൽ നിങ്ങൾക്ക് എത്ര വേണമെന്ന് കണ്ടുപിടിച്ചു. എത്ര? 5 lakh. പക്ഷേ നിങ്ങളെ കണക്ക് പ്രകാരം ഐഡൻറ്റിഫയബിൾ അസറ്റ് നെറ്റ് അസറ്റ് എത്ര ഉള്ളൂ? 4,10,000. അപ്പോൾ ഇവിടെ വേറെ ഏതോ ഒരു സാധനം ഇൻടാഞ്ചിബിൾ ആയിട്ട് അവിടെ ഉണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സാധനമാണ് എന്ത്? ഗുഡ് വില്ല്. ഗുഡ് വിൽ അണ്ടർ ഏത് മെത്തേഡ്? ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് മെത്തേഡ്. ഗുഡ് വിൽ അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് മെത്തേഡ്. ഇത് വളരെ റെയർ ആയിട്ടേ വരാറുള്ളൂ. അപ്പോൾ ഇതൊന്നും ചോദിച്ചിട്ട് കുറച്ച് അയക്കണ്. അപ്പോൾ ഇതൊക്കെ എടുത്ത് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. മെറ്റീരിയലിൽ ഈ മെത്തേഡൊക്കെ ഉണ്ട്. എടാ ഓക്കെ ആണോ? അപ്പോൾ ഒന്ന് പറഞ്ഞേ, പ്ലീസ് ടെൽ മീ വാട്ട് ഈസ് ദ മെത്തേഡ് ടു അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പ്രൊസീജിയർ ടു ഫൈൻഡ് ഔട്ട് ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ഗുഡ് വിൽ കാണാനുള്ള പ്രൊസീജിയർ എങ്ങനെയെന്ന് പറഞ്ഞേ. എടാ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ഗുഡ് വിൽ കാണാനുള്ള പ്രൊസീജിയർ എങ്ങനെയെന്ന് പറഞ്ഞേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? മറ്റേ വാല്യൂ ഓഫ് ദ ഫേം ആണ്. വാല്യൂ ഓഫ് ദ ഫേം എങ്ങനെ കാണുക? വാല്യൂ ഓഫ് ദ ഫേം ആവറേജ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റിട്ടേൺ ഇൻറ്റു 100. അപ്പോൾ ഇതാണ് നമ്മുടെ വാല്യൂ. ഇതിനെ നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്യുക? നെറ്റ് അസറ്റ് പറഞ്ഞാൽ ഇത് ക്യാപിറ്റൽ എംപ്ലോയിഡ് അതുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ എന്ത്? ഗുഡ് വിൽ. ദ ഡിഫറൻസ് ഈസ് വാട്ട്? ഗുഡ് വിൽ. അപ്പോൾ എത്ര മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു? 3 മെത്തേഡ്. ഞാൻ ആനിറ്റി മെത്തേഡ് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. യെസ്, അത് മതി. അപ്പോൾ ഗുഡ് വില്ല് നമുക്ക് പ്രോബ്ലംസ് നമ്മൾ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് സെഷൻ വി ആർ മൂവിങ് ടു ഏത്?